എല്ലാവർക്കും ഈ ടെക് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജനറലായിട്ട് ക്യാമറകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. CCTV ക്യാമറയിൽ തന്നെ പല ഡിഫറെൻറ്റ് ടെക്നോളജികളുള്ള സാധനങ്ങൾ അവൈലബിൾ ആണ്. IP-യിലും വരുന്നുണ്ട്. IP ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ടുള്ള ക്യാമറകൾ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ HD അനലോഗ് ഉണ്ടായിരുന്നു. അനലോഗ് ഇപ്പോൾ അവൈലബിൾ അല്ല. ഇപ്പോൾ അനലോഗിൽ തന്നെ HD എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇറങ്ങുന്നുണ്ട്. അതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. മാക്സിമം എല്ലാവരും കൂടുതലും യൂസ് ചെയ്യുന്നത് അനലോഗ് HD ക്യാമറകളാണ്. അപ്പോൾ അനലോഗിൽ തന്നെ HD വരുന്ന ക്യാമറകളിൽ തന്നെ 3 ഡിഫറെൻറ്റ് ടെക്നോളജികൾ യൂസ് ചെയ്യുന്നുണ്ട്. HD ക്യാമറകൾ, പിന്നെ HD എന്ന് പറഞ്ഞൊരു ടെക്നോളജി, പിന്നെ അത് കഴിഞ്ഞാൽ HD CVI എന്ന് പറഞ്ഞിട്ടുള്ളത്, പിന്നെ ഒരു HD TVI. അങ്ങനെ 3 ഡിഫറെൻറ്റ് ടെക്നോളജികൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏത് ടൈപ്പ് ക്യാമറ ആയാലും നമ്മുടെ DVRകളിൽ എല്ലാ ടൈപ്പ് ക്യാമറകളും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യും. പലതിലും ഇൻ്റർചേഞ്ചബിൾ ആയിട്ടുള്ള, അത് HD CVI നോർമൽ HD ആക്കാം, AHD ആക്കാം, HD TVI ആക്കാം. അങ്ങനെ ഇൻ്റർചേഞ്ചബിൾ ആയിട്ടുള്ള ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ക്യാമറകളും ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ചില ക്യാമറകൾ ഏതിലും സ്യൂട്ടാവും. HD CVIയിൽ വെച്ചാൽ അതിലും വർക്ക് ചെയ്യും, HD TVIയിൽ വെച്ചാൽ അതിലും വർക്ക് ചെയ്യും. ഏതിൽ വേണമെങ്കിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് നമുക്ക് ഡീപ്പായിട്ട് പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ പുതിയതായിട്ട് വെക്കുമ്പോൾ നമ്മൾ ക്യാമറയുടെ ടെക്നോളജിയിൽ വലിയ പ്രാധാന്യം, എല്ലാതും അതിൻ്റേതായ, ഏത് ടെക്നോളജി ആണെങ്കിലും അതിൻ്റേതായ കുറവുകളും അതിൻ്റേതായ ഗുണങ്ങളും ഉണ്ട്. HD ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പ്രൈസ്. HD ആകുമ്പോൾ നമുക്ക് പ്രൈസിൽ ക്യാമറകളുടെ പ്രൈസ് വളരെ കുറവാണ്. പക്ഷേ IP-യിലേക്ക് പോകുമ്പോൾ നമുക്ക് ക്യാമറയുടെ പ്രൈസ് കുറച്ച് കൂടുതലാണ്. പക്ഷേ എക്സ്പാൻഷനൊക്കെ പ്ലാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് IP ക്യാമറാസ്. HD ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ബേസിൽ നമുക്ക് ക്യാമറയുടെ സംബന്ധിച്ചിടത്തോളം ക്യാമറകളുടെ പ്രൈസ് കുറവാണ്. അപ്പോൾ പ്രൈസ് കുറവിൽ നമുക്ക് ക്യാമറകൾ നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള ക്യാമറകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ടൈപ്പ് ക്യാമറകളെ ഡോം ക്യാമറ എന്നാണ് പറയുക. അപ്പോൾ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഷേപ്പിലും ഇതിലുള്ള ക്യാമറകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിനും ഡോം ക്യാമറ എന്നാണ് പറയുക. അതുപോലെ തന്നെ ഫുള്ളായിട്ട് ഗ്ലാസ് കവേർഡ് ആയിട്ടുള്ള ക്യാമറകൾ വരും, അതും ഡോം തന്നെയാണ്. ഈ ഡോമിൽ തന്നെ നമുക്ക് ഫുൾ മെറ്റലായിട്ടുള്ള വാൻഡൽ-proof ആയിട്ടും വെതർ-proof ആയിട്ടുള്ള ക്യാമറകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഡോം ക്യാമറാസ് വരുന്നത്. പിന്നെ വരുന്നതാണ് ബുള്ളറ്റ് ക്യാമറ നോർമലി ഔട്ട്ഡോർ പർപ്പസിനാണ് കൂടുതലും അനുയോജ്യം. അതുപോലെ തന്നെ ഇതും ബുള്ളറ്റ് ക്യാമറയാണ്. അതുപോലെ തന്നെ ഇതും ബുള്ളറ്റ് ക്യാമറയാണ്. അപ്പോൾ ഇതുപോലുള്ള വരുന്ന ഷേപ്പിലുള്ള ക്യാമറയൊക്കെ ബുള്ളറ്റ് ക്യാമറ എന്നാണ് പറയുക. പിന്നെ വരുന്ന ഒരു സംശയം എന്താണെന്ന് പറഞ്ഞാൽ, പലർക്കും സംശയം ഉണ്ടാകുന്നത് ബുള്ളറ്റും ഡോമും തമ്മിൽ എന്താണ് ഇത്ര വ്യത്യാസം വല്ലതും ഉണ്ടോ, ബുള്ളറ്റല്ല കുറച്ചും കൂടെ നല്ലത്, അതല്ല ക്ലാരിറ്റി കൂടുതലെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ അതൊരു തെറ്റിദ്ധാരണയാണ്. ഒരേ സ്പെസിഫിക്കേഷനിലുള്ള 2 ക്യാമറ, ഇപ്പോൾ ബുള്ളറ്റ് ഈ ക്യാമറ 2 MB 2 MP 3.6 mm ലെൻസുള്ള IR ഉള്ള ഒരു ക്യാമറയാണ്. ഈ കാണുന്ന ക്യാമറയും ഇതേ സ്പെസിഫിക്കേഷനിലുള്ള ക്യാമറയാണ്. ഇത് രണ്ടും ഒരേ സ്പെക്കാണ്, സ്പെസിഫിക്കേഷനിലുള്ള ക്യാമറ. പക്ഷേ ഇത് രണ്ടും തമ്മിൽ ഇമേജിൻ്റെ ക്വാളിറ്റിയിൽ യാതൊരു വ്യത്യാസമില്ല. കാണുന്ന ഈ ഷേപ്പിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ കേസ് കാണുന്ന ഈ ഹൗസിങ്ങിൻ്റെ വ്യത്യാസമല്ലാതെ യാതൊരു വ്യത്യാസമില്ല. പിന്നെ ചില ക്യാമറകളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്ഡോർ വയ്ക്കുന്ന ക്യാമറകളിൽ അതിൻ്റെ IR കുറച്ചും കൂടെ പവർഫുള്ളായിരിക്കും എന്നുള്ള ചില ബ്രാൻഡിലും ചില മോഡൽസിലൊക്കെ അങ്ങനെ കാണാറുണ്ട്. അല്ലാതെ വേറെ യാതൊരു വ്യത്യാസം, ഒരേ സ്പെസിഫിക്കേഷനിലുള്ള ഡോമും ബുള്ളറ്റും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. വരുന്നതാണ് ബോക്സ് ക്യാമറകൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ കാണിക്കാൻ ഇല്ല. അപ്പോൾ അത് ഞാൻ എൻ്റെ പിക്ചർ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ PDZ ക്യാമറകൾ, പിന്നെ വരുന്ന ANPR ക്യാമറകൾ. പിന്നെ അതല്ലാതെ നമുക്ക് പിന്നെ വരുന്നത് IP-യിൽ. ഇപ്പോൾ IP-യിലായാലും HD-യിലായാലും ഇതുപോലെയുള്ള ക്യാമറകൾ തന്നെയാണ് വരിക. ഇപ്പോൾ IP-യിലാണെന്നുണ്ടെങ്കിൽ പിന്നെ വരുന്നത് ഇതുപോലുള്ള ക്യൂബ് ക്യാമറകളാണ്. ക്യൂബ് ക്യാമറ ഇത് വയർലെസ് ആണ്. അതുപോലെ തന്നെ PIR മോഷൻ സെൻസറൊക്കെ ഉള്ള ക്യാമറകളാണ് ക്യൂബ് ക്യാമറ എന്ന് പറയും. ഇത് നമുക്ക് വീടിൻ്റെ ഇൻഡോറിൽ അതുപോലെ തന്നെ മൈക്കും സ്പീക്കറൊക്കെ ഉള്ള ഇൻബിൽഡ് ആയിട്ടുള്ള ക്യാമറകളാണ്. ഇത് അതുപോലെ തന്നെ വയർലെസ് IP ക്യാമറയാണ്. ഇത് പാൻ ടിൽറ്റ് നമുക്ക് സൂമില്ല, പാനും ടിൽറ്റും ചെയ്യാൻ പറ്റും. മോണിറ്റർ ചെയ്യാനൊക്കെ നല്ല, ഇതിനകത്ത് തന്നെ മെമ്മറി കാർഡ് ഇട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ അതുപോലെ തന്നെ നമുക്ക് മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തന്നെ അത് റെക്കോർഡാവും. നമുക്ക് NVR ഉണ്ടെങ്കിൽ NVRലേക്കും കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ ഇത് റെക്കോർഡ് ആവാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ക്യാമറകളൊക്കെയാണ് നമ്മൾ നോർമലി നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ സാധാരണ പർപ്പസിന്, കാരണം
റെസിഡൻഷ്യൽ ആയാലും ഇപ്പോൾ വീടുകളിലേക്കാണെങ്കിലും ഷോപ്പുകളിലേക്കൊക്കെ ആണെങ്കിലും ഇതുപോലുള്ള ക്യാമറകളാണ് ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നത്, ജനറലി യൂസ് ചെയ്യുന്ന ക്യാമറകൾ. പിന്നെ ഹയർ എൻഡ് ക്യാമറകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും നന്ദി.